guys, welcome back to VTalks. Guys, അപ്പോൾ ഇന്നത്തെ challenge which came first challenge. Guys, അപ്പോൾ ഇന്നത്തെ challenge എന്ന് പറയുന്നത് ക്രൂ നമ്മുടെ കയ്യില് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണല്ലോ സോറി ഗൈസ്, ക്രൂവിന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം ചലഞ്ചിന്റെ പേരെന്തായിരുന്നു? തന്റെ ബാലിനെ പഴമോ തനിക്ക് ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താന്ന് മര്യാദക്കെന്നാണോ? ആ ഗൈസ്, അപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ഫോട്ടോ കാണിക്കും. താൻ പറയണ്ടോ? അതല്ലേ ഞാനും പറഞ്ഞത്. അതല്ലേ ഞങ്ങളും പറഞ്ഞത്. ക്രൂ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അതിൽ ആരാ ഫസ്റ്റ് വന്നെന്ന് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് കോഴിയാണോ മുട്ടയാണോ വന്നേ? കോഴിമുട്ട വന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സിലേക്കാണ് പോണത് ഗൈസ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഫട്ടാഫട്ടെന്ന് 1 million സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ജക്ടറിനെ ഗിവ് അവേ ആയിട്ട് തരാം ഗൈസ്. അപ്പൊ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. വിച്ച് കെയിം ഫസ്റ്റ്? ഫ്രൂട്ട്. ഓറഞ്ച് വന്നിട്ടാണോ ഓറഞ്ച് കളർ വന്നിട്ടുള്ളത്? ഞാൻ കൈ കൊണ്ടിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞത് കൈ കൊണ്ടിച്ചായിരുന്നു. ഓറഞ്ച് കളർ യെസ് ഫ്രൂട്ട്. അങ്ങനെ ഫ്രൂട്ട് ആവണേ. ഈ ഓറഞ്ച് കളർ ആരെ കണ്ടുപിടിച്ചേ? മനുഷ്യന്മാരാണ് കണ്ടുപിടിച്ചത്. ഓറഞ്ച് പറഞ്ഞ കളർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓറഞ്ചിന്റെ കളർ ഓറഞ്ച് ഉണ്ടാകുമ്പോ എന്താ കളറ്? പച്ച. എന്ത് പച്ചയാണ് ഓറഞ്ചിന്റെ കളറ്? അതിന്റെ അകത്ത് വെള്ളയും. ഇതൊക്കെ ഏതാ യൂണിവേഴ്സിറ്റി അറിയില്ല. നിങ്ങൾ പറഞ്ഞ ഓറഞ്ച് ഫ്രൂട്ട് ഉണ്ടല്ലോ, ഫ്രൂട്ടിന് ആദ്യം പച്ചയായിരുന്നു. ഇടിക്കുക പച്ച പരിഷ്കാരി. ഇവിടെ അറിഞ്ഞിട്ടേ ഉള്ളൂ ഓറഞ്ച് കളർ. ഓറഞ്ച് കളർ അല്ല. ഓറഞ്ച് എന്ന് പറഞ്ഞ കളർ ഓറഞ്ച് ഫ്രൂട്ട് ആണോ ആദ്യം ഉണ്ടായത്? ഓറഞ്ച് അല്ലല്ലോ ഉണ്ടാവുന്നേ. മാറ്റി വെക്കി. ഓറഞ്ച് മുമ്പ് പച്ച ഉണ്ടായത്. എടാ ഈ പച്ച ഞാൻ ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. പച്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോ വേണേ ഇത് ശരിക്കും ഓറഞ്ച് എന്ന് പറഞ്ഞതാണ്. ഇത് ഓറഞ്ചാന്നാ? എടാ ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാ. ഇത് കറുപ്പയാണെന്ന് മറ്റേത് ഓറഞ്ച്. അതിവിടെ പറഞ്ഞില്ലല്ലോ അല്ലാന്ന്. ഇതിവിടെ ആരും മനുഷ്യന്മാരുണ്ടാക്കിയതല്ലാന്ന് പറഞ്ഞേ. ഏത് മനുഷ്യൻ ഉണ്ടാക്കിയത്? മനുഷ്യന്മാരാണ് കലണ്ടർ ഉണ്ടാക്കിയത്. മനുഷ്യന്മാരാണ് സമയം ഉണ്ടാക്കിയത്. മനുഷ്യന്മാരാണ് ആദിമ മനുഷ്യൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ക്രൂക്ക് അറിയാലോ ഏത് ആൻസർ. ഞാൻ ഫ്രൂട്ടാ പറയുന്നേ. പക്ഷേ കൊറേ കാര്യങ്ങൾ പറയുമ്പോ പറഞ്ഞതാ ഫ്രൂട്ട്. അപ്പൊ അതാണ് നിന്റെ ഉത്തരം. ഓക്കെ. ഓറഞ്ച് ഫ്രൂട്ട് അതുണ്ടായത്. എന്നിട്ടാണ് മനുഷ്യനെ പേരിട്ടാ ഓറഞ്ച് എന്ന് പേരിടാം. അപ്പൊ ഈ ചലഞ്ചില് നമുക്ക് മൈനസ് പോയിന്റ്സ് ഇല്ല. ആൻഡ് അത് മാത്രമല്ല, ഇപ്പൊ ഉത്തരം ആരൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ അവർക്ക് പ്ലസ് പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ജക്ടർ മമ്മിക്ക് 1 പോയിന്റ് ആൻഡ് 1 പോയിന്റ്. സത്യം പറഞ്ഞാൽ ബുദ്ധിയാ കേട്ടോ നിങ്ങൾക്ക്. വിച്ച് കെയിം ഫസ്റ്റ്? ഇവര് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറയും. ആദ്യം രാത്രിയാണോ പകലാണോ? പകല്. രാത്രി ആയിട്ടല്ലേ പകല് വരൂ. ചിലപ്പോ ഇനി പകലായിട്ടും രാത്രിയാവാ. അപ്പൊ എന്റെ ഇത് വെച്ചിട്ട് സൺ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പലയിടത്തും ഇപ്പോഴും എത്തുന്നില്ല. എല്ലാത്തിന്റെ ഊർജ്ജം ഈ യൂണിവേഴ്സിറ്റി ഊർജ്ജം അറിയോ? ഊർജ്ജം അത് സൂര്യനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടുന്നത്. സൂര്യൻ. ഈ ബാക്കി പ്ലാനറ്റ്സ് സർവൈവ് ബാക്കി ഊർജ്ജം ഗാലക്സിക്കുള്ള ഊർജ്ജം. ഈ ലോകം ഈ സൂര്യൻ വരുന്നതിന് മുമ്പ് മൂന്നുണ്ടായിരുന്നു. അതെന്താ? സൂര്യൻ വന്നതിന് ശേഷമാണ് അവിടെ ഈ എനർജി കാരണം ഇവിടെ പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായി വന്നത്. അതിന് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇതുണ്ട്. എന്ത് മൂണാ?
മൂണിന് അവിടെ നിന്ന് ലൈറ്റ് കിട്ടണത്. മൂണിന് ലൈറ്റാ? ആ മൂൺ ഇറ്റ്സെൽഫ് ഈസ് എ സൺ, അതറിയോ? മൂൺ ആ ഇറ്റ്സെൽഫ് ഈസ് എ സൺ. ആ ഓക്കെ, പക്ഷെ മൂണാണ് രണ്ടും, പക്ഷെ രണ്ടാണ്, രണ്ടും രണ്ടാണ്. എന്ത് അന്ന് ശരി ഞങ്ങൾ രണ്ടും ബ്രോ പറ, ബ്രോ പറ, ബ്രോ പറഞ്ഞേ. നല്ല ചോദ്യം. രാത്രി അങ്ങനെയല്ലല്ലോ, സണ്ണാണോ മൂണാണോ പോടാന്ന്. ബ്രോ എന്തിനു ഇതൊക്കെ പറയുന്നത്? നീയല്ലേ പറഞ്ഞത്? ഞാൻ പലതും പറയും, അതീ കാര്യം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇയാളൊരു കാര്യം പറയട്ടെ. നീ പറ, നീ പറഞ്ഞിട്ട് കാര്യം പറ. സണ്ണാണ് ആദ്യം വന്നത്. അതെങ്ങനെയാ സണ്ണ് വരുന്നത് പറ. കാരണം സണ്ണാണ് സോളർ സിസ്റ്റമിൽ ഫസ്റ്റ് കിടക്കണത്. ഏത്? അത് എസ് ഏറ്റവും അവസാനം കിടക്കുന്നത്. അതല്ല, അതേതാ? മറ്റേ സണ്ണെന്ന് പറഞ്ഞ സാധനം ഇതിൽ ഫസ്റ്റ് എടുക്കുന്നു. അല്ല, അത് ഏറ്റവും അടുത്തുള്ള സാധനം ആയതുകൊണ്ടാണ് ഏറ്റവും ഇത് വെച്ചേക്കുന്നത്. സണ്ണിനെ ചുറ്റിയിട്ടാണ് എല്ലാ പ്ലാനറ്റ്സും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ആ, അത് വേൾഡിന് അടുത്തേക്ക് സണ്ണാണോ ഉള്ളത്? സണ്ണാണ് ആൻസർ. അങ്ങനെ സണ്ണ് ആൻസർ ആവുന്ന മൂന്നാവുന്ന ആൻസർ. കുറെ എനർജികൾ കൂടിയിട്ടാണ് സണ്ണായത്. ഞാനൊരു കാര്യം പറയട്ടെ. പക്ഷെ ഈ സണ്ണ് വരുന്നതിന് മുമ്പേ മൂണുണ്ട്. ശരി, നീ പറഞ്ഞതാണ് ശരി. ബ്രോ പറയണോ തെറ്റാന്നാണോ? അല്ല, ഞാൻ സണ്ണ് തന്നെയാണ് പറയണത്. എന്താ പറഞ്ഞു? ആദ്യം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഏതാ? ദൂരെ കിഴക്കുതി തൊലി. ജപ്പാൻ. ചൈന. ജപ്പാൻ. എന്റെ പൊന്നു ബ്രോ, എനിക്കറിയാം ബ്രോ, ഞങ്ങൾക്കറിയാം ബ്രോ. റീസൺ എന്താ പറ, എനിക്ക് കേൾക്കണം. റീസണാ? കാരണം അവിടെ പണ്ട് ഭൂമിയിൽ ഒരാള് തീ ഉണ്ടാക്കണായിരുന്നു. അപ്പൊ ആകാശത്തോട്ട് ഒരു തീയുടെ കഷ്ണം കോമറ്റ് അത് വലിയ ഗോളമായി മാറിയതാണ്. അതാണ് ഏത് എന്താന്ന് ആരുണ്ടാക്കിയ തീയറിയ? ഇവിടെ കല്ല് കൂടി തീപ്പൊരി അരിച്ച് നേരെ ആകാശത്ത് എവിടെ സണ്ണായി. അവിടെയും ഇരുട്ടായതുകൊണ്ട് അവിടെ മൂണെണ്ണെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല, അപ്പൊ സണ്ണില്ലാതെ എങ്ങനെ? അപ്പൊ മൂണല്ലേ ഫസ്റ്റ് വന്നേ? തീഗോളമായല്ലോ. തെന്നിത്തരം പറയണോ? തീഗോളായില്ലേ? തീഗോളായപ്പോ അപ്പോഴല്ലേ സണ്ണ് വന്നേ? അതേപോലെ ഇരുട്ടല്ലായിരുന്നോ? അല്ല. അല്ലേ? അപ്പൊ നേരത്തെ സണ്ണ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ തീകോളത്തെയും തെറിച്ചു പോയതാണ്. സണ്ണുണ്ടാവണെങ്കിൽ ആദ്യം ഫാദർ ഉണ്ടാവണം. അതെ, അതിന്റെ ഫാദർ മൂണ്. മകൻ. അപ്പൊ മൂണായിരിക്കും അമ്മ. അപ്പൊ തന്നേക്കാളും മുമ്പ് ഉണ്ടായാലും മൂണ്. മൂന്നൊരു പെണ്ണിന്റെ പേരല്ലേ? മൂൺ സൺ ഫാദർ. യൂണിവേഴ്സ് മാറിപ്പോയി. ഇവിടെ വരാം. അടുത്ത് ടെഡ്ഡി ബിയർ ആണോ റോക്കിംഗ് ഹോസ് ആണോ? ഹോഴ്സ്. റോക്കിംഗ് ഹോസ്. യെസ്, റോക്കിംഗ് ഹോഴ്സ്. ആ, ഹോഴ്സ് ബ്രോ. ഹോഴ്സ് ആണ്. ആദ്യം മരാണ് ഉണ്ടായിരുന്നല്ലേ? ആണ് ബ്രോ, ആണ് ബ്രോ. ആണ് ബ്രോ. അത് ആണ് തറക്കാനുണ്ടോ? ടെഡ്ഡി ബിയർ തറക്കാനുണ്ടോ? ടെഡ്ഡി ബിയർ നൂല പഞ്ഞി ബ്രോ. ഹോഴ്സ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ടൈമിലൊക്കെ ഷീപ്പിനെ കണ്ടുപിടിക്കണം, നൂല് ഇത് ചെയ്യണം, അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. സോറി, എന്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ബ്രോയും പറഞ്ഞോ? ബ്രോയ്ക്കല്ല ആദ്യം നന്നേ. ഞാനും ജക്ടർ മൈമിയും പമ്പിച്ച പോരാട്ടം നടത്തുന്നു. പെൻസിൽ ആണോ ഇറേസർ ആണോ ആദ്യം ഉണ്ടായത്? ഇറേസർ. പെൻസിൽ. ഇറേസർ ഫസ്റ്റ് ഉണ്ടായി. നോക്കുകയാണെങ്കിൽ ആദ്യം റബ്ബർ ഉണ്ടായത്. റബ്ബർ ഉണ്ടായത്. ഞാനൊരു കാര്യം പറയട്ടെങ്കിൽ, ഈ പെൻസിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ റബ്ബർ? ഈ പെൻസിൽ ഉണ്ടായിട്ടല്ലേ, പെൻസിൽ ഉള്ളതുകൊണ്ടല്ലേ റബ്ബർ ഉണ്ടാക്കിയേക്കുന്നവന്മാര്. ഞാൻ പെൻസിൽ പറയാൻ പോണ ബ്രോ. ബ്രോ റബ്ബർ പറഞ്ഞതാ ബ്രോ, ഇനി മാറ്റാൻ പറ്റത്തില്ല. ആദ്യം തെറ്റുന്നോണ്ടാണല്ലോ നമുക്കത് തുടക്കേണ്ടി വരുന്നേ. അത് തുടക്കേണ്ടി വരുന്നോണ്ട് കാരണം എന്താ? അവിടെ ഒരു പെൻസിൽ ഉള്ളതുകൊണ്ടല്ലേ. ആ ഒരു പെൻസിൽ ഉള്ളതുകൊണ്ടല്ലേ ഈ റബ്ബർ ഉണ്ടായത്. ഞാൻ ആ കാര്യം വളരെ വൈകിയും മനസ്സിലാക്കി. ഇതാണ് നിന്നോട് ഞാൻ ആദ്യം പറയാൻ പറഞ്ഞത്. നീ എല്ലാം തെറ്റിക്കും. അടുത്തത് ഞാൻ തെറ്റിക്കും, നോക്കാം. കേക്ക് ആണോ ഐസ്ക്രീം ആണോ ആദ്യം ഉണ്ടായത്? വെയിറ്റ്, ഞാൻ ഫസ്റ്റ് പറയാം. ഐസ്ക്രീം എന്ന് വരാൻ നേരത്ത് കേക്ക് എന്തെങ്കിലും നീ മനസ്സിൽ പറ. നീ ഉറക്കെ പറഞ്ഞു, നമുക്ക് കൂടി ചിന്തിക്കാലോ. കേക്ക്. കേക്കാ ഫസ്റ്റ് ഉണ്ടായി, എനിക്ക് ഉറപ്പാ. കേക്ക്. കേക്ക്. ഐസ്ക്രീം അതിന് ഫ്രീസർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യമേ. ഓടാടുന്നു
ബേക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഐസ്ക്രീം ഒക്കെ വരുന്നതിന് മുമ്പേ മറ്റേ കേക്ക് മുറിക്കുന്ന സംഭവം അതൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. അതോ ഇല്ല വെറുതെ So its answer is ice cream അല്ല കേക്കാണ്. നിങ്ങൾ എന്തിനാ കോപ്പി അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ കോപ്പി പിന്നെ അത് റെഫ്രിജറേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയൂല്ലോ. അല്ല നമ്മളെ കൈ ഇനി ബ്രോ പറ ഫസ്റ്റ്. ഫസ്റ്റ് ഞാൻ പറയാം. ഡൈനോസർ ആണോ ടർട്ടിൽ ആണോ ആദ്യം? ഡൈനോസർ. ഒരു ടർട്ടിൽ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നറിയാം? 130 കൊല്ലം. ഇത് ഞാനല്ല. ഡൈനോസറോ ജീവിച്ചിരിക്കും. 1000 വർഷം ജീവിക്കും ടർട്ടിലൊക്കെ. ഈ അറിവേറികളൊക്കെ കൊണ്ട് പിന്നെ എത്ര അല്ല നീ പറഞ്ഞേ? ഞാൻ ചോദിച്ചിട്ടില്ല. നീ പറ. ഞാൻ ആമയോട് നീ കാണുമ്പോ ആമേ ആമ ഇത്ര ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് വലുത് 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 വലുത്. ഓ ബ്രോ പിന്നെ ഇത്ര നാളെ ഇങ്ങനെ വന്നേക്കാം. എല്ലാ ജീവികളും അങ്ങനെയാണ്. എല്ലാ ജീവികളും അങ്ങനെയാ ബ്രോ. ഇവരൊക്കെ അറിയത്തില്ലേ, ജനിച്ച് നേരെ നിങ്ങൾ ചെക്ടറായിട്ടല്ല വീട്. ടർട്ടിൽ നീ കൂടെ ഇനി പറയുന്ന ഞാൻ ടർട്ടിൽ. പക്ഷെ അത് ഞാൻ കാര്യം പറയട്ടെ. കാരണം എന്താ പറയാ, ഞാൻ പറയാൻ പോണ കാരണം കേട്ടോ, ഈ ഡൈനോസർ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷെ ടർട്ടിൽ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ വംശനാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഈ സാധനം അതിനേക്കാൾ മുമ്പ് വന്നോണ്ടല്ലേ ഇത് ആദ്യം വംശനാശം കഴിഞ്ഞ് വംശനാശം അല്ല ഉണ്ടായത്. മനസ്സിലായ എന്ത് മറ്റേ പല്ലിയല്ലേ ഈ ഡൈനോസർ? പല്ലിയാടാ. അതെ, പല്ലിയാണ് ഡൈനോസർ. പല്ലിനെ കുത്തിവെച്ചു ഇടയ്ക്ക് ഞാൻ ടോയ്ലറ്റിൽ കയറുമ്പോ ഡൈനോസറിനെ കാണും. ഞാൻ ഭാര്യ അതൊരു അപ്പൻ ഡൈനോസർ, ഒരു കുഞ്ഞ ഡൈനോസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്റെ ഇത് വെച്ചിട്ട് ടർട്ടിലാണ്. പക്ഷെ കേംസിക്കുമ്പോ പറഞ്ഞ 2 പോയിന്റ്. ഇയാളെന്ത് മണ്ടാന്ന് നോക്കി. റീസൺ പറയാനുള്ളതൊക്കെ നമ്മള് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു. Which came first, books or movies? ബുക്സ്. സിമ്പിൾ ബ്രോ. ഇതിന് ഞങ്ങൾ വേണമെങ്കിൽ ക്രൂവിനോട് തർക്കിക്കാം. ഞങ്ങൾക്ക് പോയിന്റ്. Cycle or wheel? വീൽ. Answer bicycle അല്ല. അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ വല്ല ടഫ് ക്വസ്റ്റ്യൻ നോക്കി. Okay. Popcorn or cotton candy? അയ്യോ, അത് ഇച്ചിരി കൂടുതലല്ലേ. കോട്ടൺ ക്യാൻഡി. അതെന്ത് കോട്ടൺ ആദ്യം കണ്ടുപിടിച്ചിട്ട് മറ്റേ മധുരം ഒഴിച്ചാണ് വേണേ പറയടാ. കോട്ടൺ ക്യാൻഡി എന്ന് കോട്ടൺ ക്യാൻഡി പറയണ്ട, നീ പോപ്കോൺ. ആദ്യം എന്ന് പറയുന്നത് അത് പണ്ടത്തെ സിനിമകൾ നീ കണ്ടോ? മറ്റേ പിള്ളേർ ഇങ്ങനെ ഇത് കടിച്ചു പറിച്ച കണ്ടോ? ഈ പക്ഷെ പണ്ടത്തെ സിനിമയിൽ നീ പോപ്കോൺ പോപ്കോൺ ചട്ടിയിലിട്ടിട്ട് അറിയത്തുള്ളൂ. അത് മാത്രം അറിയുള്ളൂ. എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ചട്ടിയിലിട്ടിട്ട് മറ്റേ മൂടി വയ്ക്കുക, എന്നിട്ട് പോപ്കോൺ എന്തുവാ അതിന്റെ സീഡ് എന്തുവാ? ഈ അതാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സംഭവം. അത് ചോളമാണ്. അത് ചൂടത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ പൊട്ടി തെറിക്കും. കോട്ടൺ ക്യാൻഡി എന്താ? അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? കോട്ടൺ. അതാണ് ഇവിടുത്തെ കാര്യം. അതല്ല ഇവിടുത്തെ കാര്യം. പണ്ടുണ്ടായിരുന്ന പിള്ളേർ Answer cotton candy അല്ല. പോപ്കോൺ. പറഞ്ഞില്ലേ ബ്രോ? ഹാമർ ആണോ നെയിൽ ആണോ ആദ്യം ഉണ്ടായത്? ഹാമർ. നെയിൽ. ഈ ഹാമർ ഉണ്ടാക്കുന്നത് നെയിൽ അടിക്കാൻ വേണ്ടിട്ടാണ്. നെയിലും അടിക്കാൻ വേണ്ടി മാത്രമാണ് ഹാമർ. ഹാമർ പണ്ട് യുദ്ധകാലങ്ങളിൽ യുദ്ധം തലടിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റേ ഈ പണ്ട് കാലങ്ങളിൽ എന്തിനാ ഈ ഹാമർ തലടിച്ച് ഓടിക്കാനായിട്ടുണ്ടാക്കി? അതാണ് ആയുധാണ് ഹാമർ. ഹാമർ ആയുധാണ്.
ഹാമർ പിന്നെ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ ഹാമർ. അന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആണിയില്ലേ, ആണി മറ്റേ ഊതി നെഞ്ചത്ത് കയറ്റാൻ അത് ആണിയല്ല, അതാണിയല്ല, ഊതിയ പോകൂല, അതൊരു ആണിയാണ്. പോകൂല. മറ്റേത് ഇതൊരു മണ്ടന്മാരാണ് നമ്മള്. ക്യാൻസർ നെയിൽ അല്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചോണ്ടാ. കാരണം ഈ നെയിൽ ഇതും കൂടി വരുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ അടിക്കാൻ ഇങ്ങനെ ചിന്തിക്കരുത് ബ്രോ. ഓക്കെ ബ്രോയുടെ ചിന്തയിൽ ഞങ്ങൾ ഇനി ചിന്തിക്കാം. ഇനിയിപ്പോ എല്ലാരും ഞാൻ പറഞ്ഞ പോലെ ഉത്തരം പറയുന്നത്. എന്നാ ബ്രോ ലാസ്റ്റ് പറയാം. ആപ്പിൾ ആണോ ബനാന ആണോ ആദ്യം ഉണ്ടായത്? ആപ്പിൾ. ബനാന. കാരണം ഞാൻ പറയണം, തോലി ഐസക് ന്യൂട്ടൻ മാത്രമല്ല ഇത് ചെയ്തിട്ടുള്ള ആദ്യം ഹോബിയല്ലേ. ആപ്പിളാണ്. സൈഡിൽ ബനാന ഉണ്ടായിരുന്നു. ഇല്ല, ബനാന ഇല്ലായിരുന്നു, ആപ്പിൾ മാത്രം. ആപ്പിളാണ് ഇത് ചെയ്ത്. ആപ്പിളാണ് ഫസ്റ്റ് ഉണ്ടായത്. എനിക്ക് 100 500% ഉറപ്പാ. ആപ്പിൾ ആകെ ഒരു വർഗമുള്ളൂ. ഗ്രീൻ ആപ്പിൾ പിന്നെന്താ ഇയാളുടെ എന്ത് പറ്റി? ആരും പിടിച്ച് കടിച്ച ബ്രോ ഭയങ്കര ഇതായിട്ട്. അതെന്താ ബനാനയാ ബ്രോ എന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? ബനാന ഇല്ലല്ല, ബനാന ആണ്. അപ്പൊ അതോ നീ ബനാനയാണോ പറഞ്ഞത്? ഈ ആപ്പിൾ അല്ലോ പറഞ്ഞത്. ഞാൻ ആദ്യം ബനാന പറഞ്ഞു കേട്ടാ. ആൻസ് ആണോ ബീസ് ആണോ ആദ്യം ഉണ്ടായത്? ഒബ്വിയസ്ലി ആൻസ്. കാരണം എഴയാൻ പഠിച്ചതിന് ശേഷം പറക്കാൻ പിടിക്കുള്ളൂ. ആരാണേലും പറ. നീ ഏതാ പറഞ്ഞേ? ആൻഡ്. നീയോ? അല്ല എല്ലാരും എന്റെ പറഞ്ഞു. ബാസ്കറ്റ് ബോൾ ആണോ സോക്കർ ആണോ ആദ്യം ഉണ്ടായത്? സോക്കർ. ബാസ്കറ്റ് ബോൾ. ഞാൻ ചത്താലും ഇനി സോക്കറാന്ന് പറഞ്ഞാലും ഞാൻ ബാസ്കറ്റ് ബോൾ പറയത്തുള്ളൂ. ബ്രോ ബാസ്കറ്റ് ബോളാ ഫസ്റ്റ് ഉണ്ടായത്. ബാസ്കറ്റ് ബോൾ ഉണ്ടായത് ആ ജയിലിന്റെ ഉള്ളില് അങ്ങനെ നിൽക്കുമ്പോ 2 ബാസ്കറ്റ് വെച്ച്, അങ്ങനെയാണ് ബാസ്കറ്റ് ബോളിന്റെ തിയറി. അല്ല, അതിനൊക്കെ മുമ്പ് പേപ്പർ വെച്ചിട്ടാണ് ആദ്യത്തെ സംഭവം ഉണ്ടായത് ബാസ്കറ്റ് ബോൾ. അങ്ങനെയല്ല, ശരിക്കും കളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കൂട്ടം ആൾക്കാര് ഇവര് ഔട്ട്ഡോർ ഇറങ്ങാൻ പറ്റില്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോ കോച്ച് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബാസ്കറ്റ് എടുത്തിട്ട് ഒരു സൈഡിലും മറ്റേ സൈഡിലും വെച്ചു. അങ്ങനെയാണ്. അതിന്റെ അടിയിൽ ആ ടൈമില് മറ്റേ ഇതില്ലായിരുന്നു, റിംഗ് ഉണ്ടായിരുന്നില്ല, വെറുതെ ബാസ്കറ്റ് മാത്രം. പക്ഷേ സോസർ സോസേജ്, ചിക്കൻ സോസേജ്. കപ്പ് തെങ്ങേലും കയറി കയറ. അയാളുടെ പിന്നെ വീരവാദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു സോസറാ. സോസർ. സോസർ. ഗിറ്റാർ ആണോ പിയാനോ ആണോ? പിയാനോ. സോസർ. പയ്യാനോ. ഗുത്താർ. അയ്യ മണ്ടൻ ബ്രോ. കാരണം എന്താണെന്നറിയോ? പിയാനോ വലിയ അത്രയും വലുത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? മരത്തിന്റെ സംഭവങ്ങൾ. അതുകൊണ്ട് മാത്രമല്ല, പണ്ടുള്ളവർ ഈ ടെക്നോളജികൾ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ വലുതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ അവർക്ക് അത് ഷോർട്ട് ഫോം ആക്കാതെ അവർ വലുതായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? പക്ഷേ അത് വന്നാണ് അത് ഏറ്റവും ഷോർട്ട് ഫോം. നമ്മൾ എത്ര ഇത് ചെയ്താലും ഗിറ്റാർ ഫസ്റ്റ് ഉണ്ടായത്. അങ്ങനെ കാരണം ആദ്യം മനുഷ്യ ആൾക്കാരുണ്ട് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പികൾ വലിച്ച് നീട്ടി വെച്ചിട്ടാണ് അവർ ആദ്യം. കമ്പികളല്ല, കമ്പി മീൻസ് കമ്പി എന്ന് പറയണ്ട, വേറെ മെറ്റലുകളോ നൂലുകളോ മെറ്റലായിട്ടുള്ള വളർത്തിട്ടൊക്കെയാണ് ഇതുണ്ടായത്. അവിടെന്നാണ് പിന്നെ വയലിൻ ഉണ്ടായത്. പിന്നീടാണ് ഇത് ഗിത്താറാ. നിങ്ങൾ പറഞ്ഞ സാധനം വേറെയാ. മറ്റേ വയലിനാണ്. ഗിത്താർ ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, ഗിത്താർ പിയാനോ. പേപ്പർ ആണോ സിസേഴ്സ് ആണോ സ്റ്റാർട്ട്? ഞാനിതൊക്കെ എന്ത് പറയണോ? എനിക്കറിയാം ആരാ ഫസ്റ്റ് ഉണ്ടാക്കിയത്. സിസേഴ്സ്. കാരണം എന്നറിയാൻ മേലെ
പറഞ്ഞിട്ടേ. മരത്തിന്ന് പേപ്പർ ഉണ്ടാക്കാനായിട്ട് കുറെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പേ അവര് കത്രിക വെച്ച് വെട്ടിയിട്ടുണ്ട്. കത്രിക വെച്ച് വെട്ടാൻ മരം വെട്ടിയാ? എന്ത് കത്രിക ഇങ്ങനെ പിടിച്ചിട്ട് മരം മുറിഞ്ഞു കത്രിക പേപ്പർ വെട്ടാണല്ലോ ഇങ്ങനെ. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, കത്രിക പേപ്പർ വെട്ടാൻ മാത്രല്ല ഇല്ല, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാനായിട്ട് കത്രിക ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പറിന് മുമ്പേ ഉണ്ടായതാണ് കത്രിക. എന്റെ ഒരു ഇത് വെച്ചിട്ട് പേപ്പർ അല്ലേ ഫസ്റ്റ് ഉണ്ടായത്. നീ സിസ്റ്ററല്ല പറഞ്ഞു. ഞാൻ സിസ്റ്റർ പറഞ്ഞു. ആൻസർ മാറ്റി. പക്ഷെ ആൻസർ മാറ്റി. ഇല്ല, ഇങ്ങനെ ക്രൂ സംസാരിക്കണമെങ്കിൽ എന്തായാലും ഞാൻ മാറ്റൂല. ക്രൂ പറഞ്ഞു ആൻസർ scissors. കണ്ട ഫസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ എന്റെ കൂടെ പിടിച്ചു. ഹണി ആണോ ചോക്ലേറ്റ് ആണോ അറിയണ്ടായത്? ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഹ്യൂമൻ മെയ്ഡ് ഹണി നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. മറ്റേ ഉള്ളി കൊക്കോ ആര് ചോക്ലേറ്റ് ഉണ്ടാക്കുക? കൊക്കോയാണോ അതിന് ചോക്ലേറ്റ് ഉണ്ടാകണം മണ്ട? പിന്നെ കൊക്കോയിന്നല്ലേ കൊക്കോയാണ് പിന്നല്ലാതെ. പിന്നെ ഇതെന്തിരി ഇയാൾ എന്തിനു പറയണേ? ഞാൻ അന്ന് ഇതെന്നാ കറക്റ്റ് ഞാൻ മനപ്പാടാക്കിയെന്നറിയോ? അന്നൊരു ദിവസം ഇടുക്കിയിൽ പോയില്ലേ നമ്മള്. ഞാനിങ്ങനെ ഒരു കൊക്കോടെ കുരു ഇങ്ങനെ തുപ്പാൻ വന്നപ്പോ ഉടനെ ഒരു രണ്ട് ചേമ്പലൊക്കെ ഇട്ട് രണ്ട് കൈ ഇങ്ങനെ വന്നിട്ട് കൊമ്പ താഴെ ഇടരുത്, ഇതിലേക്ക് തുപ്പിക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ. ചോക്ലേറ്റ് നീ പറഞ്ഞില്ലേ? ആ ഹണി. എനിക്ക് തെറ്റിട്ടോ കുഴപ്പമില്ല. ഹണി റെയിൻബോ ഓർ റെയിൻ? ബോ റെയിൻബോ. റെയിൻബോ അതെ, റെയിൻബോ വന്നു കഴിഞ്ഞിട്ടാണ് റെയിൻ. അല്ലല്ലോ മറ്റേ വെളിച്ചവും മഴയും കൂടി തട്ടുമ്പോഴാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഒരു പോയിന്റ് പോയി ആണല്ലേ. ക്രയോൺസ് ആണോ മാർക്കേഴ്സ് ആണോ അറിയണ്ടായത്? ക്രയോൺസ്. മാർക്കർ എന്ന് പറ, എന്തായാലും ജയിക്കാൻ പോണില്ല. വെറൈറ്റി പിടിച്ചോ. ക്രയോൺ. മെഴുകാണോ ആദ്യം ഉണ്ടായത്? മെഴുകാണോ ഫസ്റ്റ് ഉണ്ടാക്കിയത്? മുട്ട ആണോ കോഴി ആണോ ഉണ്ടായത്? മുട്ട. എനിക്ക് ഭയങ്കര സംശയം. എനിക്കും ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട്. മുട്ടേന്ന് ഒരു സാധനം വിരിയത്തുള്ളൂ. അത് മുട്ടയിടണമെങ്കിൽ ഒരു കോഴി വേണ്ടേ? നീ പറഞ്ഞ കോഴി എന്ന് പറ. പക്ഷെ ആ കോഴി ഉണ്ടാവണമെങ്കിൽ ഒരു മുട്ട വേണം. നീ കോഴി എന്ന് പറയണേ. നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? ഞങ്ങളുടെ ഇനി വെറൈറ്റി ആൻസർ ആയിരിക്കും. ആൻസർ അതിലൊന്നും ഇല്ല ബ്രോ. മറ്റേ ഇതിനകത്ത് ദൃശ്യത്തിനകത്ത് മറ്റേ എന്തുകൊണ്ടാ ബ്രോ അത് പറഞ്ഞു? ബിഗ് ബാങ്. അവനാണ് എനിക്കറിയാം. കോഴി ബിഗ് ബാങ് അവന് ഞാൻ നേരത്തെ നോട്ടിട്ടുള്ളേ. എന്ത് പറ്റിയ ഒലക്ക പൊട്ടി വന്നപ്പോഴത്തേക്ക് അത് കോഴിയായിട്ട് മാറിയാ ബ്രോ? ബിഗ് ബാങ് എന്താ മുട്ട അല്ലാതെ ഒരു ഫുൾ കോഴി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കത്തില്ല. എങ്ങനെ ഒരു ഫുൾ കോഴി വിരിഞ്ഞു നിൽക്കും നീ പറയുന്ന പോലെ? ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു മുട്ട ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു കോഴി വേണ്ടേ? ചിലപ്പോ പട്ടി പറ്റതായിരിക്കും ഒരു മുട്ടയായിട്ട്. പട്ടിയിട്ടൊരു മുട്ടയായിരിക്കും ചിലപ്പോ എവല്യൂഷൻ വഴി കോഴിയാണ് കോഴിയുടെ മുമ്പുള്ള കോഴി ഒന്ന് കുറയ്ക്കാം. ഒരു പെങ്കിനാണ്. പെങ്കിനല്ലല്ലോ മറ്റേ ഒട്ടപക്ഷി മുട്ടയിട്ട്. ഒട്ടപക്ഷി മുട്ടയിടുവാണോ? മുട്ട ഇല്ല അതെ. ചിലപ്പോ ഒട്ടപക്ഷി എന്ന് പറയുന്നത് വെച്ചാണെങ്കിൽ ഒട്ടപക്ഷി ഇട്ട മുട്ട മാറിപ്പോയി കോഴിയായി പോയി. അതെ, ഒട്ടപക്ഷി ഇട്ട മുട്ട കോഴിമുട്ടയായി പോയി. അതെ, അത്രയും വരിക. എത്ര കോഴി ഇറങ്ങി? ആൻസർ കളിക്കേ. കാണാത്ത. അയ്യോ കണ്ടില്ലായിരുന്നല്ലേ? ഇല്ല കണ്ടില്ലായിരുന്നു. അതുകൊണ്ടല്ലോ അവരങ്ങനെ നീ കണ്ട മാറ്റം പറഞ്ഞ. ഞാൻ പറഞ്ഞല്ലേ ചേട്ടാ. അയ്യോ സാറേ, ഞാൻ പാവം ജോസഫ് കുറുല. എയർപ്ലെയിൻ ആണോ കാറാണോ അതിൻ്റെ? പേപ്പറിൽ വിട്ട് കളിച്ച. ഓ ശരിയാണല്ലോ. ആദ്യം കണ്ടുപിടിച്ച എന്തുവാ? പേപ്പറിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി എയർപ്ലെയിൻ. എന്ത് ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ച കഴിഞ്ഞു. 3 സെക്കൻഡ് കഴിഞ്ഞു. സ്നോഫ്ലേക്സ്. ഒബ്വിയസ്ലി. എലിഫന്റ് ആണോ ജിറാഫ് ആണോ അതിൻ്റെ?
വലിച്ചു കയറ്റില്ലേ. കൊമ്പനെന്നേ പറയത്തുള്ളൂ, കൊമ്പനെന്നേ പറയത്തുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ജിറാഫ് എന്ന് പറയും. അങ്ങനെ വെച്ചിട്ട് ഇത് കിട്ടിയിരുന്നു. പക്ഷെ ജിറാഫ് അവിടെ ജിറാഫാണ്. പക്ഷെ ജിറാഫ് എന്താ ബ്രോ? ഡൈനോസറിൽ നിന്നാണ് ജിറാഫ് ഉണ്ടായത്. എലിഫന്റ്. കാട്ടിലെ രാജാവ് എന്നും സിംഹമായിരിക്കും. സീ ആണോ ലാൻഡ് ആണോ? സി കൊമ്പൻ. സി 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 സി. ആദ്യം ഉണ്ടായത് വെള്ളമാണ്. വെള്ളത്തിൽ നിന്നുള്ള ഇതാണ് ഫസ്റ്റ് ഇതായത്. വെള്ളത്തിലുള്ള ജീവജാലങ്ങളും അവരൊക്കെയാണ് ഫസ്റ്റ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അത് മഴ. സത്യം പറഞ്ഞാൽ ഒരു ടൈമിൽ അങ്ങനെയൊന്നല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമേ വെള്ളമുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ആദ്യമേ വെള്ളമുള്ള വെള്ളത്തിൽ നിന്നല്ലേ നമ്മൾ ഈ ലാൻഡ് വന്നത്. വെള്ളമുള്ളത് ഞാൻ പറയാം. പക്ഷെ അത് നീ പറയണല്ല റീസൺ. ബ്രോ ഒലക്ക പൊട്ടിയിട്ടാണ് മറ്റേ ഒലക്ക തന്നെ തലക്കിനടിച്ച് പൊട്ടിക്കണം. ഒലക്ക പൊട്ടിയാണ് മണ്ണൊക്കെ ഉണ്ടായത്. ആ മണ്ണ് ഒലക്ക പൊട്ടിട്ടുണ്ടായത്. ഒലക്ക പൊട്ടിണ്ടാക്കാൻ ഇത് എന്തുവാണ്? ഉൽക്ക. ഉൽക്ക. ഏറ്റവും കൂടുതൽ ലാൻഡാണുള്ളത് വെള്ളമാണുള്ളത്? വെള്ളം അല്ല, ലാൻഡ്. ഈ വെള്ളത്തിന്റെ അടിയിൽ ലാൻഡ് ഇല്ലേ? ഏത് വെള്ളത്തിന്റെ അടിയിൽ ലാൻഡ്? ഇപ്പൊ വെള്ളം കിടക്കാണ്. അല്ല, വെള്ളത്തിന്റെ അടിയിൽ ഫുള്ള് ലാൻഡാ. താമ്പലത്തെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടിയിൽ എന്തിട്ടുള്ളത്? ബ്രോ, നമ്മുടെ ഭൂമി തുറന്ന് വരുവാണെങ്കിൽ എന്തുള്ളേ? ലാൻഡ്. ഒറ്റിടിക്കാൻ പറ്റിയ ഈ കിണർ കുത്തി അടിയിലേക്ക് വരുമ്പോ അതിന് വെള്ളമാണോ വരുന്നത്? അത് ലാൻഡാണ്. വെള്ളം. ഈ വെള്ളത്തിന്റെ അടിയിൽ ലാൻഡ് ഉണ്ട്. അതിന്റെ അടിയിലും വെള്ളമാണ്. അല്ല, ഏറ്റവും അടിയിൽ ലാൻഡ്. ശരി 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 ബ്രോ പറഞ്ഞു. അതിന്റെ അടിയിൽ ലാൻഡ് ഉണ്ട്. അതിന്റെ അടി വെള്ളമുണ്ട്. അപ്പൊ ഭൂമിയുടെ ഉള്ളിൽ ഫുള്ള് വെള്ളം. ഭൂമിയുടെ ഉള്ളിൽ ഫുള്ള് വെള്ളം. ഗൈസ്, അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭൂമി തുറന്ന് വരുവാണെങ്കിൽ അതിനകത്ത് വെള്ളം അതിന്റെ അടിയിൽ ലാൻഡുമാണ്. ഗൈസ്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഏറ്റവും കൂടുതലുള്ള എന്താ പറയാ വെള്ളമാണ്. അത് ശരിയാ, അത് വെള്ളമുള്ള. പക്ഷെ ലാൻഡാണ് കൂടുതലുള്ളത്. അല്ലല്ല ബ്രോ, ബ്രോ ലാൻഡ് കഴിഞ്ഞിട്ടാ ലാൻഡിന്റെ മേലാണ് വെള്ളം. അതൊക്കെ ബ്രോ, കൂടുതലുള്ളത് വെള്ളമാണ്. ലാൻഡ് ഇത് ഫുള്ള് വെള്ളം അതിന്റെ ഉള്ളിൽ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ലാൻഡ് അല്ലേ ബ്രോ? ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള എന്തുവാ? വെള്ളമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്? ലാൻഡ്. വെള്ളമാണ്. വിസിബിളി വെള്ളമാണുള്ളത്. പക്ഷെ ഈ വെള്ളമൊക്കെ ഈ കാര്യം ഭൂമി നല്ല വെള്ളം എടുത്ത് കളയാൻ നോക്കി. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാ ഉള്ളത്? ഭൂമിയിൽ ലാൻഡിൽ എടുത്ത് കളാം. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് എടുത്ത് കളയാൻ പറ്റില്ല. അതെങ്ങനെ? മോട്ടോർ വെച്ചടിക്കുവാ. അതിന് വെള്ളം മാത്രം ഇരിക്കുക. പിന്നെ സ്നെയിൽ ആണോ സ്ലഗ് ആണോ ആദ്യം ഉണ്ടായത്? അത് അറിയാണല്ലോ. അച്ഛനും പറഞ്ഞു. അച്ഛനും ഒച്ചു. അച്ഛ അച്ഛ ഏത് അച്ഛ? അച്ഛനല്ലടോ, ഒച്ച്. അച്ഛനും ഒച്ചു രണ്ടാ. സ്ലഗ്. അച്ഛന് സ്ലഗാടെ മറ്റാ സാധനം ഉണ്ടാവാൻ എത്ര സമയം എടുക്കും അറിയോ? ആ ശരിയാ, സ്ലഗ് ആണ് ആദ്യം. ആ പൊക്കത്തുള്ള സാധനം വരണമെങ്കിൽ സ്നെയിൽ ഇത് കഴിഞ്ഞേ പറ്റുള്ളൂ. എനിക്കിതൊന്നും അറിയാൻ പറ്റും. ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. നിനക്കും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞ തേർഡ് ലോയിൽ ഇതാണ്. സ്ലഗില് മറ്റേ സ്നേക്ക് കൊണ്ടാണ് സ്നെയിൽ. പാമ്പർ. നീ പറ, ആൻസർ പറ. ഞാനാണ് പറയണ്ടത്. ഞാൻ പറഞ്ഞല്ലോ സ്ലഗ്. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് നോക്കുവാണെങ്കിൽ എന്റെ പോയിന്റ് 17 പോയിന്റ്സ് ആണുള്ളത്. ബ്രോ, ഞാൻ ഈ ചേട്ടൻ്റെ ടീമാട്ടോ. 16. എവിടെ 16 ഉണ്ട്. അയ്യേ, 20 ഉള്ള. എന്റെ 10 വേണോ? 30 വെക്കോ? റെക്കോർഡ് 20 പോയിന്റ്. എനിക്ക് 10 അല്ലേ? എനിക്കൊരു 3 പോയിന്റ് തരാം. 7 2 പോയിന്റ് തന്നേക്കാണ്. എന്നാ ഒരു 7 പോയിന്റ് എനിക്ക് തരും. അങ്ങനെ ഈ ബ്രോന് ഞാൻ വെട്ടിക്കും. എനിക്ക് ഞാൻ 7 പോയിന്റ് കൊടുത്തോണ്ട് എനിക്കിപ്പോ 10 പോയിന്റ്. ബക്രിക്ക് ജക്ടിന് 2 പോയിന്റ് കൊടുത്തോണ്ട് ജക്ടിന് 18. ബക്രിക്ക് 10 ഉണ്ടായതിനകത്ത് എന്റെ 2ഉം അല്ല എന്റെ 7ഉം അവിടുത്തെ 2 കൂടി 10 പോയിന്റ്.
ഈ വിധിയാണ് ഒരിക്കലും ഞാൻ മറക്കത്തില്ല കേട്ടോ. അതൊന്നുമില്ല നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ലവ് യു ഓൾ.